ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ പോലീസിന്റെ നിർണായക നീക്കം ഷൈൻ ടോമിനെ രാസലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കാൻ കൊണ്ടുപോകുന്നു എന്നതാണ്. അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, ഇപ്പോൾ പോലീസിന്റെ ഏറ്റവും നിർണായക നീക്കം ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്ന പരിശോധനയ്ക്ക് വിധേയനാക്കാൻ കൊണ്ടുപോകുന്നു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴികൾ ഈ പോലീസിനെ കണ്ടോടിയത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണ്. സിനിമാ മേഖലയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അവരുടെ ആക്രമണമാണെന്ന് ഭയന്നു. 3 ഫോണുകൾ ഉണ്ടായതിൽ ഹാജരാക്കിയത് ഒരെണ്ണം മാത്രമാണ്, മറ്റു 2 ഫോണുകൾ മറന്നുപോയി എന്നതടക്കം പറഞ്ഞു വെക്കുന്നു. ഈ മൊഴികൾ പൂർണ്ണമായും പോലീസ് കണക്കിലെടുക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? മനു, ഏതായാലും അയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷൈൻ ടോം ചാക്കോയെ ഉടൻ തന്നെ ഈ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് വിശദമായ വൈദ്യപരിശോധന, ബ്ലഡ് സാമ്പിൾ അടക്കം പരിശോധിക്കാനാണ് തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ പരിശോധനാ ഫലം വരുമ്പോൾ അത് വ്യക്തമാവും. അത് ഇന്ന് തന്നെ അതിൻ്റെ ഫലം വരില്ല. പക്ഷേ ഈ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അത്തരമൊരു നടപടിയിലേക്ക് കൂടി പോലീസ് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 2 മണിക്കൂറിലേറെ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പോലീസ് ചോദിച്ചത് എന്തുകൊണ്ട് ആ ദിവസം ഈ പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് അയാൾ പറഞ്ഞ മറുപടി, വന്നത് പോലീസാണ് എന്ന് തനിക്ക് മനസ്സിലായില്ല, അത് വന്നത് തന്നെ ആക്രമിക്കാൻ വന്ന, തന്നെ അപകടപ്പെടുത്താൻ വന്ന ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് വിശദീകരിക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണികൾ തനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അത്തരത്തിലൊരു സംഘമാണ് അവിടേക്ക് വന്നത്, അവരെ കണ്ടപ്പോൾ തനിക്ക് അങ്ങനെ ആണ് തോന്നിയത്, അതാണ് ഉടൻ തന്നെ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ഇടയായത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തുടർ ചോദ്യങ്ങൾ ഷൈനോട് ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഷൈൻ്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഷൈനിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ പരിശോധിച്ച് അതിലുള്ള വാട്സാപ്പ് കോളുകളും വാട്സാപ്പ് ചാറ്റുകളും ഒപ്പം UPI ഇടപാടുകളെക്കുറിച്ചുമൊക്കെ പോലീസ് പരിശോധിച്ചു. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്ന ഫോൺ കൂടാതെ മറ്റ് 2 ഫോണുകൾ കൂടി ഷൈന് സ്വന്തമായുണ്ട്. അതെവിടെയാണ്, അതെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് പോലീസ് ചോദിച്ചു. അത് മറന്നുപോയി എന്നുള്ളതായിരുന്നു ഷൈൻ്റെ മറുപടി. അത്തരത്തിൽ ഷൈൻ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ തൃപ്തികരമായ രീതിയിൽ, അതായത് പൂർണ്ണമായി സഹകരിച്ച് പോലീസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷൈൻ്റെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാകുന്നില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഷൈനോടുള്ള ചോദ്യങ്ങൾ അത് ഏതാണ്ട് ഉപയോഗിച്ചിരുന്ന മറ്റു ഫോണുകൾ കൊണ്ടുവരാതിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ എന്നതാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഈ ലഹരി പരിശോധന, വൈദ്യ പരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുമ്പോൾ പോലീസ് സംശയിക്കുന്നതും അന്ന് ആ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു, അതിൻ്റെ സാഹചര്യത്തിലാണ്, അതിനെ തുടർന്നാണ് ഓടിയത് എന്നതടക്കമുള്ള സംശയങ്ങളിലേക്ക് പോലീസും പോവുകയാണോ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഷൈൻ ടോം ചാക്കോയുടെ മറുപടികൾ അത്ര തൃപ്തികരമല്ല എന്നാണോ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്? ഉറപ്പായും അങ്ങനെ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. കാരണം അയാൾ പറയുന്നത് മുഴുവൻ പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വൈദ്യപരിശോധന കൂടി നടത്താൻ പോലീസ് തീരുമാനിച്ചതും ആ സാഹചര്യത്തിലാണ്. നിലവിൽ അയാളൊരു കേസിൽ പ്രതിയൊന്നുമല്ല, കേസുകളും പരാതിയോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് ഷൈൻ ഇറങ്ങി ഓടിയത്. അതും ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആണ് ഷൈൻ പോയിട്ടുള്ളത്. എന്തുകൊണ്ട് അത്ര തിടുക്കത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നതിന് പോലീസാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെയാണ് ഷൈൻ പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് ഷൈൻ്റെ വാദങ്ങൾ പൂർണ്ണമായും ശരിവെക്കണമെങ്കിൽ ഷൈൻ അത്തരത്തിലൊരു ലഹരി ഉപയോഗവും അന്നുണ്ടായിട്ടില്ല, ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പോലീസ് വൈദ്യപരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഷൈൻ കൂടി സമ്മതം അറിയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഷൈൻ്റെ കൂടെ സമ്മതത്തോടെയാണ്. അതൊരു പക്ഷേ ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഷൈൻ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഷൈനുള്ളൊരവസരം കൂടിയായി അതിനെ നമുക്ക് കാണാവുന്നതാണ്. അത് എന്താണ് ശരി എന്നുള്ളത് അറിയില്ല. പക്ഷേ വൈദ്യപരിശോധന നടത്താൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അല്പസമയത്തിനകം തന്നെ ഈ ഷൈനെ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയം അനുവദിച്ചേക്കും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണത്തിന് ശേഷമായിരിക്കാം കൊണ്ടുപോകുക എന്നും
പോലീസിൽ നിന്ന് ചിലർ അങ്ങനെ ആ തരത്തിലുള്ള വിവരവും തരുന്നുണ്ട്. ഏതായാലും അധികം വൈകാതെ ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഷൈനെ ഇവിടെ നിന്ന് ഇറക്കും എന്ന് നമ്മൾ കരുതുകയാണ്. ഇവിടെ നിന്ന് ഇറക്കി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ബ്ലഡ് സാമ്പിൾ അടക്കം ശേഖരിക്കുക, ആ തരത്തിലുള്ള വൈദ്യപരിശോധനയാണ് നടത്തുക. ഒപ്പം മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നും സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഈ അത്തരം ബ്ലഡ് സാമ്പിൾ അടക്കമുള്ള പരിശോധനയുടെ ഫലം ഇന്ന് വരില്ല, അത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ലഭിക്കുക. ആ പരിശോധനാ ഫലത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും ഷൈനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച കാര്യത്തിൽ പോലീസ് ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഒപ്പം ഇന്നിപ്പോൾ ഷൈൻ പോലീസിനോട് പറഞ്ഞ ഇവിടെ ഏതായാലും ലഹരി പരിശോധനയ്ക്കിടയിലാണല്ലോ ഇയാൾ ഇറങ്ങി ഓടിയത്. അപ്പോൾ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരെ വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ രാസലഹരി ഉപയോഗിക്കാറില്ല, പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ മാത്രം മദ്യപിക്കാറുണ്ട് എന്ന തരത്തിലുള്ള മറുപടികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ രക്ഷപ്പെടലിനെക്കുറിച്ചും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഉമേഷ്? അന്ന് പോലീസ് അവിടെ പരിശോധിച്ചപ്പോൾ ഏതാനും മദ്യക്കുപ്പികൾ മാത്രമാണ് കണ്ടെടുത്തത്. മറ്റ് ലഹരി സാധനങ്ങളൊന്നും തന്നെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ഒളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒളിപ്പിക്കാൻ ഉള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഒളിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണോ അവിടെ നിന്ന് ഓടിയത് എന്ന് പോലും പോലീസ് സംശയിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ആ സമയത്ത് ലഹരി കണ്ടെടുത്തില്ല എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് വിധി എഴുതാനും പോലീസിന് കഴിയില്ല. അപ്പോൾ പിന്നെ അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. അത് ഷൈൻ്റെ കൂടി സമ്മതമുണ്ടെങ്കിൽ അത്തരം പരിശോധനകളിലേക്ക് പോലീസിന് കടക്കാനും കഴിയും. ഒരുപക്ഷെ ഷൈൻ പ്രതിയായിരുന്നെങ്കിൽ, ഷൈനെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് എങ്കിൽ നിയമപരമായി പോലീസിന് ഷൈൻ്റെ സമ്മതം ആവശ്യമില്ല, നേരിട്ട് വൈദ്യപരിശോധന നടത്തി അക്കാര്യങ്ങൾ തെളിയിക്കാം. ഇതിപ്പോൾ പ്രതിയല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ സംശയാസ്പദമായ സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ഷൈൻ്റെ കൂടി സമ്മതം തേടുകയാണ്. ആ സമ്മതത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അഭിഭാഷകനുമായൊക്കെ ആലോചിച്ചായിരിക്കാം അതിന് സമ്മതം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൈനെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ പരിശോധനാ ഫലം അനുസരിച്ചിരിക്കും ഷൈനെതിരെ എന്ത് നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക. മനു, ശരി, ഏതായാലും അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 3 SCP-മാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഷൈൻ നൽകിയ മൊഴികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. രാസലഹരി ഉപയോഗിക്കാറില്ല, മദ്യപിക്കാറുണ്ട്, പക്ഷേ ഇത് പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ്. 3 ഫോണുകൾ ഉപയോഗിക്കുന്ന ഷൈൻ ടോം ചാക്കോ പക്ഷേ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ ഒരു ഫോൺ മാത്രമാണ് കൊണ്ടുവന്നത്. മറ്റ് 2 ഫോണുകൾ കൊണ്ടുവരാൻ മറന്നുപോയി എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ മറന്നുപോക്കൽ അത്ര നിഷ്കളങ്കമാണ് എന്ന് പോലീസ് കരുതുന്നില്ല. ഇയാളുടെ വാട്സപ്പ് കോളുകൾ, സാമ്പത്തിക ഇടപാടുകളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിനെ കണ്ട് ഭയന്നോടിയത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചാണെന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു വെക്കുന്നത്. സിനിമാ മേഖലയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, തൻ്റെ വളർച്ച തടയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ഗുണ്ടാസംഘമാണെന്ന് കരുതി ഭയന്നോടുകയായിരുന്നുവെന്ന് ഷൈൻ പറഞ്ഞു വെക്കുന്നു. തമിഴ്നാട്ടിൽ ഒളിവിൽ താമസിച്ചുവെന്നും പറഞ്ഞു വെക്കുന്നു. നോക്കാം അല്പസമയത്തിനകം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.